everyone, welcome back to my channel. Hope you all are doing good and great. കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ, ഒരു വ്ളോഗ്. അപ്പോൾ ഞാനിന്ന് 4:30 എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ഫസ്റ്റത്തെ വീഡിയോ കണ്ടവർക്കും തമ്മിൽ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗേൾസ് മീറ്റപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ് തീം മൊത്തത്തിലൊരു കുർത്തയായിരുന്നു. കുറേ ദിവസമായിട്ട് കുറേ നാളായിട്ട് വീഡിയോസൊന്നും എടുക്കാണ്ടിരുന്നിട്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നതൊക്കെ മറന്നുപോയി. ലൈക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ലിറ്ററലി. കുഴപ്പമില്ല, വിൽ കം ബാക്ക് ടു ദ ഫ്ലോ. അങ്ങനെ ഞാൻ പോയിട്ട് അപ്പേന്ന് പറഞ്ഞിട്ട് റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളും ഇതുപോലത്തെ ഒരു കുർത്ത സെറ്റായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടൊരു കുർത്ത സെറ്റൊക്കെ സെറ്റ് ചെയ്തു. ആൻഡ് ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് കുർത്ത. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കളറും നല്ല രസമുള്ള ഒരു കുർത്തയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മിന്ത്രയെന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്, ഇറ്റ്സ് വെരി അഫോർഡബിൾ ആൻഡ് ഭയങ്കര എന്താ പറയുക, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ബോഡി ഹഗിങ് മെറ്റീരിയലാണ് കേട്ടോ. എനിക്കിത് ഫുൾ ഡേ ഇട്ടിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം രാവിലെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 5 മണി ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 5:55 എൻ്റെ ട്രെയിന്. ഞാൻ വന്നിട്ട് കാലിക്കറ്റ് ജൻശതാബ്ദി എക്സ്പ്രസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എനിക്ക് പ്രോബബ്ലി എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ട്രെയിനാണ്. ഞാനൊരു ട്രെയിൻ പേഴ്സണാണ്. എനിക്ക് ബസ് തീരെ പറ്റൂല കേട്ടോ. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് വല്ലാത്തൊരു മോഷൻ സിക്നസ്സും ഉണ്ട് ബസ്സിൽ പോകാനായിട്ട്. അപ്പം ഞാൻ എല്ലാം നോക്കി ട്രെയിനൊന്നും ഒരു അവസ്ഥയിലും കിട്ടാണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ ബസ് എടുക്കുന്നത്. അതുവരെ ഞാൻ ബസ് എടുക്കൂല കേട്ടോ. അപ്പം നേരെ ഞാൻ ട്രെയിനിലൊക്കെ കയറി 5:55 ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്രോക്സിമേറ്റ്ലി ആലുവയിലുള്ള സ്റ്റേഷനിലെ ടൈമിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 9:50 ആണ്. അപ്പം എനിക്ക് അറൗണ്ട് ഒരു 3.5 hours ഓഫ് ജേണിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നേരെ ട്രെയിനൊക്കെ എടുത്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെളിച്ചമൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ പുഴയും മലയും കുന്നൊക്കെ പറഞ്ഞതുപോലെ നല്ല എല്ലാം കണ്ടിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റി. അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ആഡ് ആക്കുന്നില്ല, എന്നാലും വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും കേട്ടോ. അപ്പം ഞങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിഷയുടെ നിക്കാഹിൻ്റെ കുറച്ച് പർച്ചേസും അതൊന്നുമല്ല, മെയിനായിട്ട് എല്ലാവരെയും മീറ്റ് ആക്കണം കേട്ടോ. അപ്പം ഞാൻ ആലുവ എത്തിയിട്ടുണ്ടായിരുന്നു. ആലുവ എത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ആയിഷ പിക്ക് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ അടിപൊളി ഇടിയപ്പവും മുട്ടക്കറിയും ഒക്കെ ഒരു കഴിച്ചതിന് ശേഷം നേരെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ ആയിഷയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മേടിക്കണമായിരുന്നു. അവർക്ക് കുറച്ച് ഹാമ്പർ സെറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ആ ഷോപ്പിലോട്ട് പോയി. എനിക്ക് അവിടുത്തെ എല്ലാ സാധനവും ഇഷ്ടമായിട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ മിനിസോയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെടുക്കണം എന്ന് പോലും അറിയില്ല. എനിക്കിങ്ങനെ ഒരു ഷോപ്പിൽ പോയി എനിക്ക് എന്ത് വേണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാര്യം എനിക്ക് ആ ഷോപ്പിൽ പോകുമ്പോൾ ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളും ക്യൂട്ടായിട്ട് തോന്നും, ഭയങ്കര ഇഷ്ടമാവുമെങ്കിലും എനിക്ക് അവിടെ നിന്ന് എന്ത് എടുക്കണം എന്ന് അറിയില്ല കേട്ടോ. ആൻഡ് പിന്നെ ഞാൻ ചിന്തിക്കിട്ട് ഞാൻ യൂസ് ആക്കുമോ, എടുത്തു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കൂല. ഇപ്പം എനിക്ക് എന്തിനാണ്, ആൻഡ് ഇപ്പം എൻ്റെ തോട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ്ഫുൾ ഉണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവസാനം അതിൽ എൻഡ് അപ്പ് നോട്ട് ടേക്കിങ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഐഷയ്ക്ക് തന്നെയായിരുന്നു ഹാമ്പറിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ എടുക്കണമായിരുന്നു. അങ്ങനെ അവൾ കുറേ സാധനങ്ങൾ മേടിച്ചു. കുറേ മേടിച്ചില്ല, എന്നാലും കുറച്ചാണെങ്കിലും മേടിച്ച് വന്നപ്പം നല്ല അടിപൊളി എമൗണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കാണുന്നതും. ലാസ്റ്റ് ഞാനും ഐഷയും കണ്ടത് ഐ ഗെസ് ഞങ്ങളുടെ ഗ്രാജുവേഷന് തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഐ റിയലി ലവ് ഹാങ്ങിങ് ഔട്ട് വിത്ത് സം പീപ്പിൾ, സം ഗേൾസ് അറൗണ്ട് മീ. വളരെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് ഞാൻ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ അത്രയും എൻജോയ് ചെയ്യാറുള്ളത്. ആൻഡ് ഇന്നത്തെ ഒരു ഹോൾ ഡേയും ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ താഴെ പരാഗിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിഷയുടെ നിക്കാഹിനുള്ള ഔട്ട്ഫിറ്റ് എടുക്കണം. അപ്പം അതിൻ്റെ മെറ്റീരിയൽ ഞങ്ങൾ നോക്കുകയാണ്. കുറേ ടൈം എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ഇൻഡിസൈസീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ഒരു കാര്യത്തിനും പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചൊരു സാധനം മേടിക്കുമ്പം, അതും എസ്പെഷ്യലി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനൊരു 100 തവണ ചിന്തിക്കും. ഞാനിത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭംഗി ഉണ്ടാവുമോ, കളർ രസം ഉണ്ടാവുമോ, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുമോ, ഇതെനിക്ക് ഇഷ്ടമാവോ, ഈ കോമ്പിനേഷൻ രസം ഉണ്ടാവുമോ. അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ കുറേ ടൈം എടുത്ത് ഡ്രസ്സ് ചൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഞങ്ങളൊരു 1 മണിക്കൂറോളം ആ ഷോപ്പിൽ നിന്നു. അപ്പോഴത്തേക്കും പൊന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആയിഷ കൂടെ നിന്നിട്ട് അവൻ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോട്ടെ, അവളുടെ നിക്കാഹിന് അവൾ തന്നെ കഷ്ടപ്പെട്ട് വന്ന് ഡ്രസ്സ് എടുത്തിടേണ്ട അവസ്ഥയായിന്ന്. അപ്പം അങ്ങനെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ പറയണം, ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ഇതിങ്ങനെ ആവില്ല, അതങ്ങനെ ആവില്ല. അവസാനം എനിക്കുള്ള ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോസ്റ്റ് ഷോപ്പിൽ വേറൊരു ഷോപ്പിൽ പോകണമായിരുന്നു, ഒരു റെൻറ്റൽ ഡ്രസ്സ് നോക്കാനായിട്ട്, ഒരു ഷർവാനി. പക്ഷെ അവിടെ പോയതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക, ഭയങ്കര ശകനായതുകൊണ്ട് തന്നെ ഷോപ്പ് ക്ലോസ്ഡ്. ഷോപ്പിൽ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നെങ്കിലും കറണ്ട് വരാത്തത് കാരണം നമ്മൾ വിചാരിച്ചു നടക്കൂല, തിരിച്ചു പോവാമെന്ന്. പക്ഷേ ഒടുക്കത്തെ ചൂടായിരുന്നു ഗൈസ് അന്നത്തെ ഒരു ദിവസം മൊത്തം. കാരണം അന്ന് രാത്രി നല്ല മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത്.
പറയുമ്പോൾ നമ്മൾ കാറിലിരുന്നിട്ടേ ഉള്ളൂ, വലിയ പണിയുണ്ടെന്ന് എടുത്തിട്ടില്ലെങ്കിലും ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ദ ഹോൾ ഡേ ക്ഷീണിച്ചൊരവസ്ഥയായി പോകുന്നു. ആയിഷ കല്യാണം ഷോപ്പിംഗ് ഒക്കെ വളരെ എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഇങ്ങനെ 4 സൈഡിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ, ഇപ്പം തന്നെ ഒരു ഔട്ട്ഫിറ്റ് എടുത്തപ്പോൾ ഇങ്ങനെ പൈസ ഇങ്ങനെ പോകുന്നത് നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പിന്നെയും കുറച്ച് ഷർവാണിയൊക്കെ നോക്കാനായിട്ട് പോയി. അതൊക്കെ അവിടെ കുറച്ച് നോക്കി. ഞങ്ങളൊരവസ്ഥയായിട്ടോ, ഞാനും പൊന്നുമൊക്കെ ഒരവസ്ഥയായി. കാരണം ഷോപ്പിംഗ് പറയുമ്പോൾ വലിയ പണിയല്ലെങ്കിലും വലിയൊരു പണിയാണ് കേട്ടോ. ഞാനൊക്കെ ഷോപ്പിങ്ങിന് പോയി ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അങ്ങ് ഭയങ്കര ക്ഷീണിക്കും. മാത്രമല്ല നല്ല വെയിലും ഉണ്ട് കേട്ടോ പുറത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓർണയിൽ പോയി. അപ്പോൾ ആയിഷ പറഞ്ഞോടെ നല്ല ജ്വല്ലറി ഒക്കെ ഉണ്ട്, നല്ല രസമാണ്, ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് സംഭവം ആയിഷയ്ക്ക് നോക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ പോയതെങ്കിലും അവളൊന്നും എടുത്തില്ല. പക്ഷേ എനിക്ക് വേണ്ടിയിട്ടുള്ള കമ്മലും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ പല പല റേഞ്ചിലുള്ള പല അഫോർഡബിൾ തൊട്ടിട്ട് എക്സ്പെൻസീവ് വരെയുള്ള എല്ലാ കളക്ഷനും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ എടുത്തിട്ടുള്ള ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു കമ്മലും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കളക്ഷനായിരുന്നു, എനിക്കിഷ്ടമായിട്ട്. നല്ല ഷോപ്പ്, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആവും ലാസ്റ്റ് ഇവിടെ ഏതെടുക്കണം എന്ന്. പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ നേരെ ഞങ്ങൾ സൂഫി മന്തിയിൽ പോയി. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സൂഫി മന്തി കഴിക്കുന്നത്. അപ്പം ഞാനൊരു അഫ്ഗാനി അൽഫാം ചിക്കൻ മന്തി മേടിച്ചു. പൊന്നും ഐഷയ്ക്ക് ലെബനീസ് മന്തിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരുടെയാണ് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ അങ്ങനെ മന്തിയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. വിശന്നിരുന്നതുകൊണ്ട് തന്നെ മന്തി തീർന്ന വഴി അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അടുത്തത് വീണ്ടും ഞങ്ങൾ പരാഗിൽ പോയി. അത് വേറെ പരാഗാണ് കേട്ടോ. ആക്ച്വലി എറണാകുളത്ത് ഇഷ്ടം പോലെ പരാഗുണ്ട്. ഞാൻ പറയാൻ വിട്ടോ, ഞങ്ങൾ എറണാകുളത്താണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അവിടെ പോയി. അപ്പം അവിടെ കുറേ പരാഗുണ്ട്. അങ്ങനെ അവസാനം ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പരാഗാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിന് ഞാൻ പൊന്നൂന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടോ. പൊന്നൂന് അവിടെ നിന്ന് അവൾക്ക് വേണ്ടതും കിട്ടി. കേപ്പിക്കും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരാഗിൽ നിന്ന് കുറേ ഷോപ്പ് ചെയ്ത് ഐ റിയലി ലൈക്ക് ദ ഷോപ്പ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം എവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് കിട്ടും ആ ഷോപ്പിൽ. അങ്ങനെ ഒരു ഷോപ്പാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു ഉത്സവപ്പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ഫെസ്റ്റ് പോലെ നടക്കുന്നുള്ളൂ. നല്ല രസമാണ്, കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ബൂസ്റ്റ് കുലുക്കിയൊക്കെ കുടിച്ചതിന് ശേഷം ആയിഷ നിർബന്ധിച്ച് ഞങ്ങൾ ആ വള്ളം പോലത്തെ ഒരു സാധനത്തിലൊക്കെ കയറി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ അത് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഐ ക്യാൻ ഫീൽ ദാറ്റ് എൻ്റെ പഴയ വ്ളോഗ്സിലുള്ള പോലത്തെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. കാരണം കുറേ ആയിട്ട് ഇങ്ങനെ വീഡിയോയിലൊന്നും സംസാരിച്ചപ്പോൾ ഒരു വല്ലാത്ത എന്തോ പോലെയാണ്. അങ്ങോട്ട് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. ഇനി ഞാൻ കറക്റ്റായിട്ട് വ്ളോഗൊക്കെ ഇടണം എന്നാണ്, നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മൂവിക്ക് പോവുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾ നൈറ്റത്തേക്ക് ബസ് ബുക്ക് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം നമ്മൾ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അറിയില്ലല്ലോ എപ്പോഴാണ് കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ബസ് ബുക്ക് ചെയ്തത്. അത് പുലർച്ചെയുള്ള ബസ്സായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഒരു മൂവിക്കൊക്കെ പോയി. അപ്പം പ്രകമ്പനം മൂവി കണ്ടു. നല്ലൊരു മൂവിയായിരുന്നു. ഞങ്ങൾ റിക്ലൈൻഡ് സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലിരുന്നപ്പോഴുള്ളൊരു സുഖം, അത്രയും നടന്ന് ക്ഷീണിച്ച് വെയിലൊക്കെ കൊണ്ട് അതിലിരുന്ന് ഞാൻ സത്യം പറഞ്ഞു ഒരു 15% ഓഫ് ദ മൂവി ഞാൻ ഉറങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട്. കാരണം അത്രയും സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പം പൊന്നു ഞാനും പറയുകയാണ്, രാവിലെ ഞങ്ങൾ എങ്ങനെ വന്നതാണ്, ഇപ്പം ഞങ്ങളുടെ ഒരു കോലം നോക്കണമെന്നും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എയർപോർട്ട് റോഡിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട്. എയർപോർട്ട് റോഡിലൊക്കെ നല്ല രസമാണ്, നല്ല കാറ്റ് കാണാൻ. കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ ആലുവ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ബസ് കിട്ടി. അത് വേറൊരു കഥ തന്നെയാണ്. ബസ്സോട് ക്രൗഡായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പുലർച്ചെ 7 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീട്ടിലല്ല ബസ് സ്റ്റോപ്പിലെത്തി. അച്ഛനെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പം ഒരു ലോങ് 24 hours ജേർണി തന്നെയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. കുറച്ച് ലാഗൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ശരിയാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.